ദേശീയപാത 66-ന്റെ ഭാഗമായി കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ തകർന്നു വീണിട്ടുള്ളത്. വലിയ ഭീതിയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. നിരവധി വീടുകളുണ്ട് ഈ ഭാഗത്ത്. ആ വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഭീതിയിലാണ്. ഇന്നലെ മുതൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ സംരക്ഷണ ഭിത്തി ഇങ്ങനെ ഭയാനകമായ രീതിയിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആഴത്തിൽ ഏതാണ്ട് 15 മീറ്ററോളം താഴേയിലേക്കാണ് ഈ മതിൽ പതിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് കെട്ടി പൊക്കിയ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ തന്നെ ഏതാണ്ട് 60% ജോലികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായത്. 2023-ലും സമാനമായ രീതിയിൽ ഇവിടെ മണ്ണ് ഈ ഭിത്തി തകർന്നു വീണിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഭിത്തി കരിങ്കൽ ഭിത്തിയായി നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് അല്പം മാറിയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഈ മതിൽ സംരക്ഷണ ഭിത്തി ഇങ്ങനെ അമർന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുടെ പ്രത്യേകത ആ രീതിയിലാണെന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭീതി ഈ ആളുകൾക്കൊക്കെ തന്നെ ഉണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ്. ഇത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാത്രിയായിരുന്നു. രാത്രി പുലർച്ചെയാണ്. നേരത്തെയും 2023-ലും സമാനമായ രീതി ഉണ്ടായിരുന്നു. അതെ, ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെ അന്ന് ഇടിഞ്ഞതാണ്. എന്തായാലും ടി.ഒ. മോഹനൻ MLA, സുരേഷ് ബാബു എളയാവൂർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടെ കഴിഞ്ഞ് 2023-ലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിൽ ആളുകളൊക്കെ തന്നെ പരാതി പറയുകയും അതിനുശേഷം ഈ സംരക്ഷണ ഭിത്തിയൊക്കെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഈ സ്ഥലത്ത് ഇപ്പോഴും ഇടിഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മറുവശത്ത് നോക്കിയാൽ മതി. അവിടെ പാലം നിർമ്മിച്ചിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ മുകൾ ഭാഗവും ഈ മണ്ണ് നീക്കിയ ഭാഗവും തമ്മിൽ ഏകദേശം ഒരു 3-4 മീറ്ററിൻ്റെ ഉയര വ്യത്യാസമുണ്ട്. അപ്പോൾ താഴ്ത്തി മണ്ണെടുത്തിട്ടാണുള്ളത്, ഉയർത്തി നിർത്തിയിട്ടല്ല ഉള്ളത്. അപ്പോൾ ഈ താഴ്ത്തി മണ്ണെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഭിത്തി തകർന്ന് നിലംപതിക്കുന്ന നിലയിലേക്ക് വരികയാണ്. അപ്പം അത് നമുക്ക് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പറയുന്ന കൃത്യമായ വിദഗ്ധരായ ആളുകൾ വന്ന് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ തുടർന്ന് അങ്ങോട്ട് നിർമ്മാണം പാടുള്ളൂ. എല്ലാം റെക്ടിഫൈ ചെയ്യണം. എന്തായാലും മന്ത്രി സണ്ണി ജോസഫ് ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. എളയാവൂർ സൗത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫ് എത്തിയിരിക്കുകയാണ്. മണ്ണിടിഞ്ഞ സ്ഥലം ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിക്കുകയാണ്. ഈ സംരക്ഷണ ഭിത്തി എളയാവൂർ സൗത്ത് ആ ഭാഗത്താണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുള്ളത്. അവിടേക്ക് ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫ് എത്തുകയാണ്. ഇങ്ങോട്ടോ ഇതിപ്പോ കിട്ടാൻ വരില്ല. മണ്ണായിട്ട് പോലും 4 മീറ്ററോളം ആഴത്തിൽ 2-3 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു. ആ ലെവലിലാണ് റോഡ് വരേണ്ടത്. അതിനേക്കാളും ഒരു 3-4 മീറ്റർ താത്തിയാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. മറ്റു പല സ്ഥലത്തും ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി വേണമെങ്കിൽ അത് ആ പാലം ആ പാലത്തിന് താഴോട്ട് 4-3.5 മീറ്ററോളം അത്രയും കുടിച്ച് മണ്ണെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം. ഇപ്പം മറുവശത്ത് കോൺക്രീറ്റ് അല്ല, ഈ വാളേ ഉണ്ടായിരുന്നു. അത് കുറച്ച് 2-3 കൊല്ലം മുമ്പേ മണ്ണ് ഇടിച്ചതാണ്. പക്ഷേ ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കുന്നില്ല. നിലവിൽ 7 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നിർമ്മിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്രദ്ധിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഈ പറമ്പിൻ്റെ അതിർത്തിയാണ്. അത് ഇതിനാണ് ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇതിൻ്റെ ഇത് കെട്ടിപ്പൊക്കേണ്ടത് ഇവിടെ അവിടെയുള്ള പറമ്പ് സ്വകാര്യ വ്യക്തിയാണ്. ഇതിന് ഇപ്പുറത്താണുള്ള സംഭവം. ഇത് 2 വശം അവിടെ അപ്പുറത്തെ ഭാഗത്ത് പാലം, അവിടെയും ഈ പറഞ്ഞ പാലം മുകളിലാണുള്ളത്. മണ്ണ് താഴെയാണ്. മണ്ണെടുത്ത ഭാഗം താഴെ.
താഴേക്ക് മണ്ണ് വീണ്ടു. താഴേക്ക് അവിടെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഏരിയ. ഈ മണ്ണ് വീണപ്പോഴുണ്ടാകുന്ന ബഡ്ജിങ് ഉണ്ടാക്കി. അല്ല ഇപ്പൊ അതിന് ഇത് വന്നു, സമ്മർദ്ദം വന്നു. ഒരു നല്ല പഠനം വേണം. മാത്രമല്ല ഈ സർവീസ് റോഡ് എന്തായാലും ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടാവും? ഇതിപ്പോ ഒരു 10 മീറ്റർ എന്തായാലും ഉണ്ടാവും. 10-10 ഉണ്ടോ? 16 അത് കേരളത്തിന് മഴവെള്ളം ഇവിടെ അതിൻ്റെ താഴെ ഈ ഭാഗത്ത് സാധാരണ നല്ല ഹോൾസ് വെക്കും. ചെറിയ ഹോൾസ് അവിടെ ഇത് നമ്മൾ പറയുന്നില്ല പശുവിനാശിയുള്ള മണ്ണാണ്. ചെവിടി മണ്ണാകുന്നു. മണ്ണ് കാണുമ്പോൾ അറിയില്ല. അതല്ല മന്ത്രി സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. കളക്ടർ പി വിശ്വരാജ്, MLA അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, സുരേഷ് ബാബു അളിയാവൂർ, മാധവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മന്ത്രിക്കൊപ്പമുണ്ട്. മറിഞ്ഞു വീണിട്ടുള്ളത് ആളുകളൊക്കെ തന്നെ ആശങ്കയിലാണ്. അതെ, ഇതൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ദേശീയപാതയിലെ ഇളയാവൂർ ഭാഗത്തുള്ള ഈ ഭിത്തിക്ക് വിള്ളലുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ഇവിടെ സമീപവാസികൾക്കും അതിൻ്റെ പ്രയാസമുണ്ട്, ഭീഷണിയുണ്ട്. ഇത് നിർമ്മാണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്രയും മണ്ണ് കുഴിച്ചെടുത്ത് നിർമ്മിക്കുമ്പോൾ അത് ചെളിമണ്ണാണ്. അതിൽ വേണ്ടത്ര നല്ല നിലയിലല്ല ഇത് നിർമ്മാണം നടപ്പിലാക്കിയിട്ടുള്ളത്. വളരെയേറെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കാര്യമാണ്. കഴിഞ്ഞ വർഷം ദേശീയപാതയിലെ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് കരുതിയിരുന്നു. എന്നാൽ പരിഹരിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കണ്ണൂരിലുണ്ടായിട്ടുള്ളത്. ഗൗരവത്തിൽ തന്നെ ഇക്കാര്യം ഗവൺമെൻറ് പരിശോധിക്കും. നിർമ്മാണത്തിലെ അപാകതകൾ, അതിൻ്റെ ഉത്തരവാദികൾ ആരെന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും. ഇത് പരിഹരിക്കാൻ എത്രയും വേഗം ആവശ്യമായ നടപടികൾ അത് പരിശോധിക്കും. ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ MLA ഉണ്ട്, മറ്റ് കൗൺസിലറുണ്ട്. അവരെല്ലാം ആലോചിച്ചിട്ട് എന്താ വേണ്ടത് ജനങ്ങളുമായിട്ട് ആലോചിച്ച് നാട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് അവരാവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാൻ അതിൻ്റെ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ അതും ചെയ്യും. നേരത്തെ ഈ ദേശീയപാതയിൽ പലയിടത്തും ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു, മണ്ണ് പരിശോധനയൊക്കെ. അപ്പം അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തത്തിൽ മണ്ണിന് വിലക്കുറവുണ്ട്. അപ്പം കണ്ണൂരിൽ അത്തരത്തിൽ പരിശോധന നടന്നിട്ടുണ്ട്. അങ്ങനെ അത് എനിക്ക് അറിയില്ല, ഞാനും ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്ഥലം അങ്ങനെ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതെ അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സ്വീകരിച്ച നടപടികളിൽ പോരായ്മയുണ്ടെന്നാണല്ലോ ഇപ്പം വ്യക്തമാക്കുന്നത്. നിർമ്മാണത്തിലെ ആസൂത്രണത്തിലും പാകപ്പഴയുണ്ട്. കാരണം ഇത് വളരെ ഉയർന്നൊരു ഭിത്തിയാണ്. 17 മീറ്റർ ഉയരത്തിലാണ് ഇപ്പം കല്ല് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ സൈഡും വളരെ ഫില്ല് ചെയ്യുന്നിടത്തൊക്കെ സൈഡ് ഫില്ല് ചെയ്യുന്നതിലും അപാകത വന്നിട്ടുണ്ട്. മണ്ണെടുപ്പിലും ശാസ്ത്രീയമല്ലാത്ത പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. അതാണ് ഒരു കാരണം. ഞാനിപ്പോഴാണ് എന്നെ കളക്ടർ വിളിച്ചറിയിക്കുന്നു, അതുപോലെ MLA വിളിച്ചറിയിക്കുന്നു. ഞാനിപ്പം അവരുമായിട്ട് ബന്ധപ്പെടും. കളക്ടറും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മന്ത്രിയായിട്ടും മരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഇക്കാര്യം സംസാരിക്കും. പാൽച്ചുരത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്, പോകാൻ നോക്കുകയാണ്. അവിടെ ഇപ്പോൾ പണി നടക്കുന്നില്ല, മഴയുള്ളതുകൊണ്ടും അവിടെ നിന്ന് അത് മണ്ണ് ഇടിഞ്ഞത് മാറ്റാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ കഴിയുമെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലം കൂടിയാണ്. ശരി, താങ്ക് യു. മന്ത്രി സണ്ണി ജോസഫാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇവിടെ നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിൽ അപാകത ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സംരക്ഷണ ഭിത്തി നേരത്തെയും തകർന്നിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ NHAIയുമായി അവരുടെ ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്യും എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. കളക്ടർ പി വിശ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. അവരോടൊക്കെ തന്നെ മന്ത്രി ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി തന്നെ ഒരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കൗൺസിലർ വിജന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വിജന, ഇത് 2023-ലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വലിയ പരാതികൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടില്ല എന്നാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അതെ, മുൻ കൗൺസിലർ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇത് ഞാൻ ആയതിനു ശേഷവും NHന്റെ ഓഫീസിൽ ഇടപെടുകയും ഇവിടെ സർവീസ് റോഡില്ലാത്തൊരു പ്രശ്നം ആ സമയത്തും പറയുകയും ഇപ്പം പുതിയ MLA വന്ന സമയത്ത് പുതിയ കമ്മിറ്റി ഉണ്ടാക്കി അതിന്
അതിൻ്റെ കാര്യങ്ങളെല്ലാം അതുവഴി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സംഭവം. ഇത് ജൂണിൽ ഇതുപോലത്തെ ഇവിടെ ഒരു വിള്ളൽ സംഭവിക്കുന്ന സമയത്ത് കുട്ടികൾ സ്ഥിരമായിട്ട് താഴേന്ന് കളിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഇവിടെ വിള്ളലുണ്ടെന്നും നിങ്ങൾ വേണ്ട നടപടി സ്വീകരിക്കണം, താഴെ കുട്ടികൾ കളിക്കുന്നതാണ്, അപകടമാണെന്ന് പറഞ്ഞിട്ട് അവരെ അറിയിച്ച സമയത്ത് ജസ്റ്റ് മണ്ണിട്ടിട്ട് നിരത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇതുപോലെ സമയമാണെങ്കിൽ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാകുന്ന സമയമാണോ? ആ, താഴെ ആളുണ്ടാവും, കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് താഴെ. ഇതിപ്പോ ഈ സമയത്തായതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് പുലർച്ചെ സമയമായതുകൊണ്ടും എന്നാലും വൈകിട്ടുണ്ടാവും, ആളുണ്ടാവും. പിന്നെ രാത്രി ആൾക്കാർ നടക്കുന്നുണ്ട്, അതുപോലെ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം പുലർച്ചെ സമയമായതുകൊണ്ടാണ് അപകടം ഒന്നും സംഭവിക്കാത്തത്. ഇതൊരു വലിയ ഭാഗ്യമായി കാണും. ഭയങ്കര വീതിയാണ് മോനെ. അതിലെന്താ പ്രശ്നം എന്നറിയാം, ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വയലിലേക്ക് കൊണ്ടുവന്ന മണ്ണ് ഇടുന്നെടുത്ത് അങ്ങനെ കുഴിയായി. അപ്പോൾ ആ പാലത്തിന് ലെവലായി മണ്ണ് നിർത്തിയാൽ തന്നെ ഈ സൈഡ് ഇടിച്ചാൽ കുറയും. അന്നേരം സൈഡ് റോഡും ആവും. സൈഡ് റോഡ് ഇടിയില്ല, ജനങ്ങൾ ഒരു നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ സൈഡ് റോഡ് DPRനകത്ത് ഉണ്ട്, പക്ഷേ വർക്കിലില്ല. അപ്പോൾ ആ DPR പ്രകാരം വർക്ക് എടുത്താൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. സുരേഷ് ബാബു എളയാവൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അവരുടെ ഈ വലിയ രീതിയിലുള്ള ഒരു ഭീതി എന്താണ് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഈ എളയാവൂർ ഈ പ്രദേശത്ത് കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇതുപോലെ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനൊരു പ്രോപ്പറായി ഒരു പ്രൊട്ടക്ഷൻ വാൾ പോലും നിർമ്മിച്ചില്ല എന്നുള്ള തെളിവാണ് ഇപ്പോൾ ആ നിർമ്മിച്ച വാളിലുണ്ടായിരിക്കുന്ന ബലക്ഷയം. ഇപ്പോൾ നേരത്തെ സോമസുന്ദരം സൂചിപ്പിച്ചതുപോലെ അവരിൽ ഇവിടുത്തെ പ്രാദേശിക ആളുകൾ കൂടിയാണ്. ഇവിടുന്ന് മണ്ണെടുത്ത് മറ്റു സ്ഥലത്തേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഇപ്പം പറയുന്നത് ഇനി പില്ലറിലാണ്. ആ വയലെല്ലാം ആദ്യം പറഞ്ഞത് അത് വയൽ നികത്തിയാണ്, പിന്നീട് പറഞ്ഞ് പില്ലറാണെന്ന് പറയുന്നു. ഇപ്പോൾ പില്ലറിന് വേണ്ടിയുള്ള പണി അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മണ്ണ് അവിടെ കൊണ്ടുപോയി ആ മണ്ണും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ച് വളരെ ശക്തമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമാണെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ കാരണം ഇത് എത്ര ഭീമമായ തുകയാണ് ഇവിടെ ചെലവഴിക്കുന്നത്. ഈ തുക ചെലവഴിക്കുന്ന തുകയുടെ നിശ്ചിത കാലാവധി പൂർത്തിയായിട്ട് വർഷങ്ങൾ പിന്നീട് നീളുകയാണ്. ഈ വർഷങ്ങൾ നീളുന്നതിന് ഉള്ള ഗുണമാർക്കാണ് അത് പരിശോധിക്കപ്പെടേണ്ടത്. നാട്ടുകാർക്കില്ല, ഇവിടുത്തെ പൗരസമൂഹത്തിനില്ല. അതുപോലെ തന്നെ ഇതുള്ളത് കരാറുകാർക്കും അതുപോലെ തന്നെ ഈ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥന്മാർക്കുമാണെന്ന് ശക്തമായ ഭാഷയിൽ ആരോപിക്കാനാണ് ഞാൻ തയ്യാറാവുന്നത്. ഇതിനെതിരെ അതിശക്തമായ ഒരു അന്വേഷണം അത് തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട MLA ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു ജുഡീഷ്യൽ അന്വേഷണത്തിലെ ഇതിലെ ഈ വെളിച്ചത്താവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്തായാലും ആളുകളുടെ ആ ഭീതി എന്ന് പറയുന്നത് അത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം, അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നാണ് സുരേഷ് ബാബു എളയാവൂർ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രദേശം കൂടിയാണ് ഇത്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. മന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ കാര്യം പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ബാബു എളയാവൂർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഇത് എപ്പോൾ പൂർത്തിയാകും എന്നതിനെ കുറിച്ച് പോലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളുള്ളത്. കാരണം ഇത് എങ്ങനെ ഇത് പൂർത്തിയാക്കി ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റാൻ കഴിയും എന്നതുപോലും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്ന് പൂർത്തിയാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഇത് ഇങ്ങനെ പോയാൽ ഇത് ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ ദേശീയപാത ഒരു പൂർത്തിയാകുന്ന ഒരു കാലം അതെപ്പോഴാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് പറയാൻ കഴിയുക? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ കരാറുകാരും നാഷണൽ ഹൈവേയിലെ ചില ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ഇതിനകത്ത് വലിയ ഗൂഢാലോചന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ DPRുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം എല്ലാം നടത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ചില വയൽ പ്രദേശത്തൊക്കെ നിർമ്മിച്ചതിനകത്ത് അശാസ്ത്രീയത ഉണ്ടെന്ന് പഠനത്തിൽ തന്നെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ വയലാണ്, അതുകൊണ്ട് മണ്ണ് നിറച്ചുകൊണ്ടുള്ള ബോക്സ് ടൈപ്പ് കൺസ്ട്രക്ഷൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ ഒരു സൗത്ത് അവിടെയൊക്കെ നോക്കിയാൽ മതി. ഏറ്റവും നല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വയൽ പ്രദേശമാണ് ആ ഭാഗം. അവിടെ ഈ പറഞ്ഞ മണ്ണ് നിറച്ചിട്ടാണ് നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ ആ നിർമ്മാണ സമയത്ത് തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയ ഒരുപാട് സ്ഥലമുണ്ട്. കഴിഞ്ഞ വർഷം മഴയിൽ പല സ്ഥലത്തും തകർന്നപ്പോൾ അപ്പോൾ നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതെല്ലാം പൊളിച്ചു പണിയാൻ ഇപ്പം തീരുമാനിച്ചു. 600 കോടിയോളം രൂപ അധിക ബാധ്യതയായിട്ട് വരികയാണ്. അപ്പോൾ അത് കൊടുക്കാനും തീരുമാനിച്ചു. കാരണം അത് നിലനിൽക്കില്ല എന്നുള്ളത്. അപ്പം നിലനിൽക്കില്ല എന്ന് തോന്നുന്ന നിർമ്മാണം നമുക്ക് നിർമ്മിച്ച് പോക്ക് മാത്രമല്ലല്ലോ, ഇത് ഫ്രെയിം ചെയ്ത് വെക്കാനല്ലല്ലോ, ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ആ യാത്ര ചെയ്യാനുള്ളതാണെന്നും ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന സ്ഥലമാണെന്നും ഒക്കെ ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏത് നിർമ്മാണവും നടത്താൻ. ഇവിടെ ഇപ്പോൾ പാലം അവിടെ നോക്കിയാൽ മതി, പാലം നിൽക്കുന്ന സ്ഥലം
ആ പാലത്തിൽ നിന്നും 3.5-4 മീറ്ററോളം താഴ്ത്തി കുഴിച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അത് റോഡായിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഈ 4 മീറ്ററിൽ മണ്ണ് ഫില്ല് ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി അതിൻ്റെ ഭൂമിയിലെ മണ്ണിൻ്റെ ഘടനയൊക്കെ തന്നെ തകർക്കുന്ന വിധത്തിലാണ് ഇവിടെ നടന്നിട്ട്. അതിനാണ് അശാസ്ത്രീയം എന്ന് പറയുന്നത്. അത് ആശങ്ക തന്നെയാണ് മൊത്തത്തിൽ. പൂർണ്ണമായും ആശങ്കയാണ്. കാരണം ആ ആശങ്ക 2023 സമയത്ത് ഇത് ഒരിക്കൽ തകർന്നതാണ്, പൊളിഞ്ഞു വീണതാണ്. അതിനുശേഷമാണ് ഈ കരിങ്കൽ ഭിത്തി കെട്ടിയത്. ആ ഭിത്തി കെട്ടിയത് പോലും ശാസ്ത്രീയമായിട്ടല്ല എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാതെ ബോധ്യപ്പെടാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം നമ്മൾ മുൻപേ പറഞ്ഞതാണ്, ഇതിൻ്റെ ഇരുവശത്തും 7 മീറ്റർ സ്ഥലം സർവീസ് റോഡിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. DPR നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അത് കാണാം. പക്ഷെ എന്നാൽ ഇപ്പം നിർമ്മിക്കാൻ വേണ്ടി കൊടുത്ത സംവിധാനത്തിനകത്ത്, കരാറിനകത്ത് ഈ സർവീസ് റോഡ് ഇല്ല. ജേർണലിസ്റ്റ് കോളനി നഗർ മുതൽ കിഴുത്തള്ളി വരെയുള്ള സർവീസ് റോഡ് നിർമ്മിച്ചാൽ അത് മേലെ ചൊവ്വയിലും താഴെ ചൊവ്വയിലും രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് നിർമ്മാണവും ശാശ്വതമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലും മാത്രമല്ല, ദീർഘവീക്ഷണത്തോടെ ദീർഘകാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. ഒരു 10-30 വർഷമെങ്കിലും ദീർഘമായിട്ട് കാണണം. അതല്ലാതെ തൽക്കാലം ഒരു നിർമ്മാണം നടത്തിയിട്ട് രക്ഷപ്പെട്ട് കളയാം ഞങ്ങൾ പോകാം. കാരണം എവിടെയുള്ള ആളുകൾ വന്നിട്ടാണ് നിർമ്മിക്കുന്നത്. ഇവിടുത്തെ പ്രാദേശികമായ വികാരം എന്താണ്, ആവശ്യങ്ങൾ എന്താണ് എന്നെ സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പോരായ്മകൾ മുഴുവൻ പരിഹരിക്കണം. ഏറ്റെടുത്ത ഭൂമി വയൽ പ്രദേശത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞത്. വയൽ പ്രദേശമാണെങ്കിൽ ആ വയൽ പ്രദേശം എന്തിനാണ് സർവീസ് റോഡിന് വേണ്ടി ഏറ്റെടുത്തത്? ആ പ്രദേശത്ത് ജനങ്ങൾ നെല്ല് വിളയിക്കുമല്ലോ. അപ്പോൾ അത് മുഴുവൻ ഏറ്റെടുത്ത് കൈവശം വെച്ചു. അത് നാട്ടുകാരുടെ സ്ഥലമാണെങ്കിൽ അവർ വിട്ടുകൊടുത്താൽ കോർപ്പറേഷൻ റോഡ് നിർമ്മിക്കാം. പക്ഷേ ഇപ്പോഴ് NHൻ്റെ കയ്യിലാണുള്ളത്. NH നിർമ്മിക്കുകയില്ല, മറ്റാൾക്ക് നിർമ്മിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ പുല്ല് കെട്ടുന്ന സ്ഥലത്ത് പശുവിനെ കെട്ടിയുള്ള അവസ്ഥ, അല്ല പശുവിനെ കെട്ടുന്ന സ്ഥലത്ത് പുല്ല് നായിയെ കെട്ടിയുള്ള അവസ്ഥ എന്നുള്ളത് വരും. പശുവിനെ തിന്നാൻ വിടില്ല, മറ്റു അവർ തിന്നുകയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ ഇത് NHI അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തുക എന്നതിന് മുൻഗണന കൊടുക്കണം. ഭീതിയില്ലാതെ ജീവിക്കാൻ, അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ഈ മണ്ണിടിഞ്ഞ വീടിന് തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു ഈ ഇടിഞ്ഞു വീഴുന്നത്? അത് CCTV ക്യാമറയിലുണ്ട് പിടിച്ചിട്ട്. പക്ഷേ ഇരുടായിക്കൊണ്ട്, ഡാർക്കായിക്കൊണ്ട് അത് അത്ര ക്ലിയർ അല്ല. ഇപ്പം നമ്മൾ എൻ്റെ അഖിൽ എന്ന് പറഞ്ഞ ആളാണ് വീടിൽ നോക്കുക. അപ്പോൾ ആളിപ്പം ചെക്ക് ചെയ്യാണ് CC. അപ്പോൾ രാത്രി ഒരു 2:30-3 മണിക്ക് തുടങ്ങിനി ഇതിങ്ങനെ താഴെ വരെ. അപ്പോൾ ഇത് ഇപ്രാവശ്യം എന്തായിരുന്നു അമരമായിട്ടത്. ഇത് ഇടിഞ്ഞ് വീണിട്ടില്ല. അപ്പോൾ അതിനെന്താ ഇങ്ങനെ മെല്ലനെയായിട്ട് അമർന്നിട്ടാണ് വരുന്നത്. പക്ഷെ അതിന് രസം എന്താണെന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങി നോക്കിയാൽ റോഡിൽ അവിടെ ഉണ്ട് മണ്ണിൻ്റെ ഒരു വലിയ ഇത് കാണുന്നത്. അപ്പോൾ ഈ മണ്ണിൽ ഇവിടുന്ന് അമർന്നത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇപ്പുറത്തെ വാളുണ്ട്, നല്ല മതിലാണ്, വലിയ തടിയുള്ള മതിലാണ്, ഒരു 80 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കൂടി പോയി. അപ്പോൾ നാളെ ഇവർ മണ്ണ് നിറച്ചാലും എന്താ സെക്യൂരിറ്റി? വീട് എത്ര അടുത്ത് തന്നെയാണ്? വീട് കുറച്ച് ബാക്കിലാണ് കെട്ടിയത്. ഇതൊരു വലിയ സ്ഥലം. ഒരു നിങ്ങളുടെ സ്ഥലം കൂടി ഇവിടെ പോയിട്ടുണ്ടോ? അതെ, ഇത് ഫ്രണ്ട് ഇതെല്ലാം എൻ്റെ സ്ഥലമാണ്. ഫ്രണ്ട് ഗേറ്റ് മുതൽക്ക്. അപ്പോൾ ഗേറ്റ് കംപ്ലീറ്റ് പോയി, വാള് പോയി. അത് 2023 പോയ സംഗതിയാണ്. അത് ഈ 6 മാസമായിട്ടുള്ളൂ ഇത് കെട്ടിയിട്ട്. അപ്പം 2.5 വർഷം എടുത്തു അവർക്ക് ഇത് കെട്ടിത്തരാൻ. ഇത് 6 മാസം കൊണ്ട് ഇതും പോയി. ഇതൊരു സിക്വൽ വരില്ല പിക്ചറിന്. ഒരു പിക്ചർ റിലീസായി, അത് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ പിക്ചറാണ്. ഇന്ന് രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഇതാണ് ഷോക്കാണ്. അപ്പോൾ എന്തായിരിക്കും ദേശീയപാതയുടെ ഒരു അവസ്ഥ? ഇത് 6 മാസത്തേക്ക് പോരല്ലോ, ഇത് കാലാകാലത്തിൽ വേണ്ട. അത് അവർ റീസൺ പറഞ്ഞത് ലേറ്റ് ആയിട്ട് എന്താണെന്ന് ഭയങ്കര സയന്റിഫിക് സ്റ്റഡിയിലും ചെയ്തിട്ടാണ് ചെയ്തത്. സോയിൽ ടെസ്റ്റ് ചെയ്തു, മറ്റേത് ചെയ്തു, വേറെ സ്ഥലം നോക്കി. വേറെ റീസൺ പറഞ്ഞു റോഡിൽ ഇടിഞ്ഞ് ഉണ്ടാക്കിയ റോഡ് ചില സ്ഥലത്തെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് പോലും ഇവർ മണ്ണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാണ് കാണുന്നത്. ഇപ്പോൾ അമർന്ന് ഇപ്പം എന്താ ചെയ്യുക? ഒരു ഭീതി തന്നെയാണ് എല്ലാവർക്കും. അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഭീതി. എനിക്ക് കാലക്രമേണ എനിക്ക് വരും. എന്നുവെച്ചാൽ എൻ്റെ വീട് ബാക്കിലായിക്കൊണ്ട് കുറച്ച് സ്ഥലവും ഉണ്ട് മുന്നിൽ. ഇത് പതുക്കെ സ്ഥലം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവല്ലേ? അത് പോവും, 100% പോവും. പണ്ട് കുറച്ച് പോയി, 22 പോയി, 23 പോയി, 24 വീണ് കുറച്ച്, 25 സംഭവിച്ചിട്ടില്ല. ഇത് 26. അപ്പോൾ ഇവരൊന്നും ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് കാണുന്നില്ല. അവർ ഇതുണ്ടാക്കിയത് സിമെന്റെല്ലാം കെട്ടിയിട്ട് അങ്ങനെ തന്നെ ഇപ്രാവശ്യം ഇവിടെയും ഈ ദേശീയപാതയുടെ നിർമ്മാണ സമയത്തൊക്കെ നിങ്ങൾ ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഒരു പ്രശ്നമില്ല, ഉണ്ടാവില്ല എന്ന ഉറപ്പായിരുന്നോ നൽകിയിരുന്നത്? ഞാനൊരു പ്രവാസിയാണ്. 2-3 മാസം നിൽക്കാൻ വരും. അപ്പം പിന്നെ തുടങ്ങും അവരുമായിട്ടുള്ള കളി. അവരെ പോയി കാണും. അപ്പോൾ എല്ലാം നല്ലതോ പറയില്ല, മോശം പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, നല്ല റോഡ് ഉണ്ടാക്കി തരാം, എപ്പം അനുഗ്രഹിക്കും. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ല. അവർ പറഞ്ഞപ്പോൾ ഒരു റീസണില്ല. പണ്ട് റോഡ് വീണപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് സോയിൽ ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒന്ന് കാണിച്ചാൽ നിങ്ങൾ എന്താ ചെയ്തേ പറഞ്ഞു. ചെയ്യായിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ആരും മുറിച്ചെടുക്കൂല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈവേ ആണ്.
ഒരു സ്ഥലം നിങ്ങൾ ഏറ്റെടുത്താൽ രണ്ട് ഭാഗത്തും വെർട്ടിക്കലായിട്ട് മുറിച്ച് അതിനൊരു മതിൽ വെച്ചിട്ടില്ല, റെയിൻഫോഴ്സ്മെൻറ്റും കൊടുത്തിട്ടില്ല, അതെന്തായാലും വീഴും കാലക്രമേണ. അല്ലെ പിന്നെ അത് പാറയങ്ങാനാവണം. ഒന്നുമില്ലാണ്ട് പിന്നെ അങ്ങനെ കെട്ടിപ്പോയി അവരിങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് പാച്ച് വർക്ക് ചെയ്യും ഡോക്ടർമാർ. അത്രയും ഇപ്പോൾ ഈ ഓപ്പോസിറ്റിൽ അങ്ങനെ തന്നെ സംഭവിക്കും. താഴേതാ മണ്ണ് ഒഴുകി വരുന്നുണ്ട്, അതിന് അവരൊന്നും ചെയ്യില്ല. അപ്പുറത്തും അത് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കാം, ഗ്യാരണ്ടീഡല്ല. ഇവിടെ റോഡ് വന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു, 6 മാസം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമെങ്കിലും. പിന്നെ ഇപ്പോൾ പ്രശ്നം പഴയമായി തന്നെയായി, പഴയ കഥ തന്നെ തുടങ്ങി. അപ്പോൾ ഈ സംരക്ഷണ ഭിത്തി ഇപ്പോൾ ഇടിഞ്ഞതിൻ്റെ നേരെ എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയും സുരക്ഷിതമല്ല എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? 2 ദിവസം മുന്നെയാണ് അവിടെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും മണ്ണ് ഇടിഞ്ഞുകൊണ്ടുണ്ട്. ഇത് വീഴാൻ സാധ്യതയുണ്ട്. അതുണ്ട്. ആ മണ്ണ് കുറച്ചും കൂടി പോരുകയാണെങ്കിൽ നേരെ അത് ഇടിയും. നമ്മുടെ വീട് അങ്ങോട്ടുള്ളത് 3 കൊല്ലം നമുക്ക് നടക്കാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ വണ്ടി പോകാൻ തുടങ്ങിയിട്ട്. അതും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാവും. അതിപ്പോൾ ഇല്ലാത്ത അവസ്ഥയാവും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച കാലം മുതൽ ഈ പ്രദേശവാസികൾ ഒട്ടേറെ ആവശ്യങ്ങൾ അധികൃതർക്ക് മുമ്പാകെ വച്ചിരുന്നു. എല്ലാം ശരിയാക്കാം എന്ന പല്ലവിയാണ് അവരിൽ നിന്നും ഉണ്ടായത്. ഇവിടുത്തുകാരുടെ ഉള്ളിൽ ആദിയാണ് എപ്പോഴാണ് ദുരന്തം സംഭവിക്കുക എന്ന് പേടിച്ച് ജീവിക്കുകയാണ് ഇവിടുത്തുകാർ. 2023 സമാനമായ രീതിയിൽ ഭിത്തി ഇടിഞ്ഞു വീണു. അന്നും അധികൃതർക്ക് മുന്നിൽ ആവലാതിയുമായി പ്രദേശവാസികളെത്തി. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന ഉറപ്പ് അന്നും നൽകി. സംരക്ഷണ ഭിത്തി കെട്ടി. അതാണിപ്പോൾ 6 മാസം കൊണ്ട് തകർന്നു വീണത്. ഈ ദേശീയപാത നിർമ്മാണം എന്ന് പൂർത്തിയാകും എന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇങ്ങനെ ഭിത്തി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് ചോദ്യം. ഈ ആശങ്ക പരിഹരിച്ചു വേണം ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എന്നുകൂടി പറയുന്നുണ്ട് പ്രദേശവാസികൾ. അതിന് ഇനി അധികൃതർ എന്തു ചെയ്യും? അതാണ് ഇനി ഈ നാടിന് അറിയാനുള്ളത്. എളയാവൂർ സൗത്തിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.